ഫ്രണ്ട്സ്, എല്ലാവർക്കും ദീപാസ് അടുക്കളയിലേക്ക് സ്വാഗതം. ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു ദോശയാണ്. കുട്ടിക്കാലത്ത് അമ്മ ഉണ്ടാക്കി തന്ന ഒരു ടേസ്റ്റ് എനിക്ക് ഓർമ്മയുണ്ട്. തമിഴ്നാട്ടിന്റെ സ്വന്തമായ അടദോശയാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അടദോശ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അടദോശ തയ്യാറാക്കുന്നതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അരി, ഈ ഗ്ലാസ്സിന് 1/2 ഗ്ലാസ് പച്ചരിയും 1/2 ഗ്ലാസ് പുഴുക്കലരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഉഴുന്ന്, ഇതേ ഗ്ലാസ്സിൽ തന്നെ 1/4 ഗ്ലാസ് ഉഴുന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത്. തുവരപ്പരിപ്പ്, അതും 1/4 ഗ്ലാസ്. കടലപ്പരിപ്പ് 1/4 ഗ്ലാസ്. പയറുപരിപ്പ് 1/4 ഗ്ലാസ്. 2 ടീസ്പൂൺ ഉലുവ, 8 വറ്റൽമുളക്. അരിയും പരിപ്പും ഉഴുന്നും തുവരപ്പരിപ്പും ചെറുപയർ പരിപ്പും ഉലുവയും മുളകും എല്ലാം കൂടെ നല്ലപോലെ കഴുകി വൃത്തിയാക്കി 1 മണിക്കൂർ കുതിർത്ത് വെച്ചിരിക്കുകയാണ്. അരി സെപ്പറേറ്റും പിന്നെ ബാക്കി എല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ചെയ്ത് വേണമെങ്കിലും കുതിരാനിടാം. ഇനി നമുക്ക് ആവശ്യമുള്ളത് സവാള, മീഡിയം സൈസ് സവാളയാണ് എടുത്തിട്ടുള്ളത്. അത് ചെറുതായി കൊത്തിയരിഞ്ഞെടുത്തതാണ്. പിന്നെ വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3 അല്ലി വെളുത്തുള്ളി, ഒരു 1/4 ടീസ്പൂൺ കായം, കുറച്ച് കറിവേപ്പില, അത് ചെറുതായി അരിഞ്ഞെടുക്കണം. ഇത്രയുമാണ് അടദോശ തയ്യാറാക്കുന്നതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് ഒരു മിക്സിയുടെ അരി ആട്ടുന്ന ഒരു ജാർ എടുക്കാം. അതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന മുളക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടാം. ഇതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. മുളകും വെളുത്തുള്ളി ഇഞ്ചിയും നല്ലപോലെ അരഞ്ഞിട്ടുണ്ട്. മുളക് നമ്മുടെ എരിവിനനുസരിച്ച് എടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് അരി അരയുന്നതിന് ആവശ്യമായ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി അരി അരച്ചെടുക്കാം. ഒരുപാടങ്ങ് അരയണ്ട, ഒരു തരിതരിപ്പായിട്ട് അരച്ചെടുക്കാം. അരി ആവശ്യത്തിന് അരഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന ഉലുവ ചേർത്ത് കൊടുക്കാം. ഉഴുന്ന് ചേർക്കാം, പരിപ്പ് ചേർക്കാം, ചെറുപയർ പരിപ്പ് ചേർക്കാം, കടലപ്പരിപ്പ് ചേർക്കാം. ഇനി നമുക്ക് അതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിനെ തരിതരിപ്പായിട്ട് ഒന്ന് അരച്ചെടുക്കാം. മാവ് ഒരുവിധം തരിതരിപ്പായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കായപ്പൊടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ചേർക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി, അരയാൻ പാടില്ല. എല്ലാം കറക്റ്റ് പാകത്തിന് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ മിക്സിയാണ് യൂസ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രൈൻഡറാണുള്ളതെങ്കിൽ അതിൽ വേണമെങ്കിൽ ഇതേ മെത്തേഡിൽ തന്നെ അരച്ചെടുക്കാം. ഇനി നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന മാവിനെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഈ മാവ് പുളിക്കാനായിട്ട് വെക്കുന്നില്ല, അല്പസമയവും വെക്കുന്നില്ല. നമുക്ക് ആട്ടിയാൽ ഉടനെ തന്നെ ചുട്ടെടുക്കാൻ പറ്റുന്ന അതാണ് അടദോശ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. സവാള അല്ലെങ്കിൽ ചെറിയ ഉള്ളി ആയാലും മതി. ഞാനിപ്പോ സവാളയാണ് എടുത്തിട്ടുള്ളത്. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു കട്ടിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അടദോശയ്ക്ക് വേണ്ട മാവ് തയ്യാറായിട്ടുണ്ട്. എനിക്ക് ഇതിലൊരു അല്പം ഉപ്പും കൂടെ വേണം. നമുക്ക് ഈ സമയത്ത് ഉപ്പ് പാകമാണോ എന്ന് നോക്കാം. ഞാനൊരു അല്പം ഉപ്പും കൂടെ ഇടുന്നുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ദോശ തയ്യാറാക്കാം. അടുപ്പ് കത്തിച്ച് ഒരു പാൻ അടുപ്പിലേക്ക് വെക്കാം. പാൻ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ചെറിയ തീയിൽ വെച്ചു കൊടുത്താൽ മതി. വളരെ പ്രോട്ടീൻ സമ്പുഷ്ടമായ ഒരു ദോശയാണ്. ഇതിനകത്ത് എല്ലാ പരിപ്പും പയറും ഉഴുന്നും എല്ലാം പ്രോട്ടീൻ കണ്ടന്റ് ഉള്ള ധാരാളം സാധനങ്ങളുണ്ട് ഇതിനകത്ത്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശയാണ്. ഒരു ഭാഗം ഒരുവിധം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നല്ലെണ്ണ എടുത്ത് ഇതിലൊന്ന് തേച്ച് കൊടുക്കാം. നല്ലെണ്ണ ദോശയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് വരും. ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. നമുക്ക് വെന്തോ നോക്കാം. അടദോശ നല്ലപോലെ മൊരിഞ്ഞ് നല്ല തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. അടദോശയോടൊപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തി ഞാൻ പെട്ടെന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് 2-3 ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കണം. പിന്നെ 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് തേങ്ങ ചേർക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. തേങ്ങ ഈ പരുവത്തില് നമുക്കൊന്ന് അരച്ചെടുക്കണം. ഇനി ഒരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഒരു മുളക് ഇട്ട് കൊടുക്കാം. തീ കുറച്ച് വെച്ചിട്ട് കുറച്ച് കറിവേപ്പില. ഇനി നമുക്ക് ഈ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം.
ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മതി, കാരണം ഇതിൽ ഉപ്പ് ഒരുപാട് വേണ്ട. നമ്മൾ ഒരുപാട് വെള്ളമൊന്നും ചേർക്കുന്നില്ല, അതുകൊണ്ട് ഉപ്പ് വളരെ കുറച്ച് മതി. തിളയ്ക്കാനായിട്ട് നിൽക്കണ്ട, ഇത്രയും മതി. ജസ്റ്റ് ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഉപ്പ് പാകമാണോ നോക്കാം. ഉപ്പ് പാകമാണ്. എല്ലാം നല്ലപോലെ മിക്സായി കിട്ടണം. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. വളരെ സ്വാദിഷ്ടവും പോഷക സമ്പുഷ്ടവും ആയിട്ടുള്ള അടദോശയും ചമ്മന്തിയും തയ്യാറായിട്ടുണ്ട്. എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം. അടദോശ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമല്ലോ അല്ലേ? വളരെ സ്വാദിഷ്ടവും പോഷക സമ്പുഷ്ടവുമായ ഒരു ദോശയാണ്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കണം. വീണ്ടും പുതിയൊരു റിവ്യൂവുമായി നമുക്ക് കാണാം. താങ്ക്